ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേൾക്കുന്നു, യേശുവിനോട് പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നു. നീ ഒരു രാജാവാണോ? നീ ഒരു രാജാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യേശു ഇല്ല എന്നൊരു ഉത്തരം പറയുന്നില്ല. പക്ഷെ യേശു വേറൊരു ഉത്തരത്തോടു കൂടിയാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത്. യേശു പീലാത്തോസിനോട് പറയുന്നു, എൻ്റെ രാജ്യം ഈ ഭൂമിയിലുള്ളതല്ല. അപ്പോൾ യേശു ഏത് രാജ്യത്തിൻ്റെ രാജാവാകാനാണ് ആഗ്രഹിക്കുന്നത്? യേശു ഒരു രാജാവാകാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയുടേതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെയും രാജാവാകാനാണ് യേശു ആഗ്രഹിക്കുന്നത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരോടാണ് ചോദിക്കുന്നത്? ഒരു ഗവർണറോടാണ് ചോദിക്കുന്നത്. ഒരു ഗവർണറാണ് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, നീ രാജാവാകുന്നുവോ? ഈ ഗവർണറിന് മേളിൽ ഒരു ഭരണാധികാരിയുണ്ട്, എംപറർ. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ആയിരുന്നു വേറൊരു യഹൂദർക്ക് ഒരു അധികാരിയുണ്ട്, അതാണ് ഹെറോദോസ്. ഈ ഹെറോദോസ് ജീവിച്ചിരിക്കുമ്പോഴാണ് പീലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, നീ ഒരു രാജാവാകുന്നുവോ? ഹെറോദോസ് ജീവിച്ചിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിവിടെ വന്നു കൂടിയിരിക്കുന്നു. ഈ അൾത്താരയ്ക്ക് ചുറ്റുമായിരിക്കുന്നു. ആർക്ക് വേണ്ടി? ഒത്തിരി ദൂരെ നിന്ന് യാത്ര ചെയ്ത് സഹനം ഏറ്റുവാങ്ങി തൻ്റെതായ എല്ലാം കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഒരു ദൈവത്തിൻ്റെ പേരിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. യേശുവിൻ്റെ പേരിലാണ് നമ്മൾ ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിക്കാം, ഈ യേശുവിന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? എൻ്റെ ജീവിതത്തിൽ പേഴ്സണൽ, വാട്ട് ഈസ് മൈ പേഴ്സണൽ കൺവിക്ഷൻ അബൌട്ട് ജീസസ്? എൻ്റെ പേഴ്സണൽ, എൻ്റെ കുടുംബത്തിൻ്റെതല്ല, എൻ്റെ ഭവനത്തിൻ്റെതല്ല, എൻ്റെ നാടിൻ്റെ അല്ല, എൻ്റെ. കാരണം ഇവൻ സ്വർഗത്തിൻ്റെ മഹത്വം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അവന് ഈ രാജ്യത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ രാജാവാകാനാണ് ആഗ്രഹം. നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ യേശുവിന് ഒരു ഓൾട്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു റോസറി, ഒരു കൊന്ത കർത്താവിൻ്റെതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയെന്ന് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 26-ാം തിരുവചനം വചനം നമ്മളോട് പറയുന്നു, മകനെ എനിക്ക് നിന്റെ ഹൃദയം തരിക, മകളെ എനിക്ക് നിന്റെ ഹൃദയം തരിക. എനിക്ക് നിന്റെ ഭവനം വേണ്ട, എനിക്ക് നിന്റെ സമ്പത്ത് വേണ്ട, എനിക്ക് നിന്റെ ജോലി വേണ്ട, എനിക്ക് നിന്റെ കഴിവുകളും വേണ്ട, എനിക്ക് നിന്റെ ഹൃദയം മാത്രം മതി. യേശു അത് തന്നെയാണ് പീലാത്തോസിനോട് പറയുന്നത്, എൻ്റെ രാജ്യം ഈ ഭൂമിയിലുള്ളതല്ല. കാരണം യേശു ലൂക്കാസ് എഴുതിയ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പഠിപ്പിക്കുമ്പോഴും ഫരീസയരോട് പഠിപ്പിക്കുമ്പോഴും യേശു അവരോട് പറയുന്നു, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ മധ്യേ എന്ന് വരും. ഈ മധ്യേ, ഉള്ളിൽ, ഈ രണ്ടും വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യം നിങ്ങളുടെ മധ്യേയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പലരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നമ്മുടെ മധ്യേ. പക്ഷെ ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് മധ്യേ അല്ല, ഉള്ളിലാണ്. ഒരു വാക്ക് തന്നെയാണ് ഈ ഗ്രീക്ക് പദം. അതിന് രണ്ടർത്ഥമാണോ ഉള്ളത്? നിന്റെ മധ്യേ, നിന്റെ ഉള്ളിൽ. ഇന്ന് ഈ സ്വർഗരാജ്യം എനിക്ക് എൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ?
ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കർത്താവിന് നമ്മുടെ സമ്പത്തൊന്നും വേണ്ട. പക്ഷെ ഇന്ന് നമ്മൾ ഇതെല്ലാം വിട്ട് മറന്ന് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്, നമ്മുടെ ജീവിതം മാത്രം നമ്മൾ കൊടുക്കുന്നില്ല. കർത്താവിന് നമ്മുടെ ജീവിതമാണ് വേണ്ടത്. കർത്താവിനെ, പിതാവായ ദൈവത്തിന് നമ്മളെ ഒരു ആക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ അവനൊരു ബാങ്കറിനെയോ അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റിനെ ആയിരിക്കും അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്. നമ്മളെ വെറും രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കാനാണ് അവന്റെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിതാവായ ദൈവം ഒരു ഡോക്ടറിനെയാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചിരുന്നത്. പിതാവായ ദൈവം പുത്രനെ അയക്കുന്നത് നമ്മുടെ രാജാവാക്കാനാണ്. ഒരു രക്ഷകനെയാണ് ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയക്കുന്നത്. If he wanted to just make you rich, he would have sent a banker or an economist. If he wanted to just heal you, he would have sent just a doctor. But Father, in his mercy, sent a savior for the salvation of mankind. രാജാവാകാനാണ് അവൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമുക്ക് ഇന്ന് ഈ രാജാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഉറപ്പായിട്ടും വിശുദ്ധനെ വെനറേറ്റ് ചെയ്യുവാനാണ് നമ്മൾ വന്നത്, ഉറപ്പാണ്. പക്ഷെ ഈ വിശുദ്ധന്റെ ജീവിതം കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കണം. ഈ വിശുദ്ധൻ പദവിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, പേരിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. ഇങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതായ അറിവ് നേടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഈ വിശുദ്ധനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രതിഫലമാണ് ഉള്ളത്? നിന്റെ ആത്മാവിനെയാണ് നീ രക്ഷപ്പെടുത്തേണ്ടത്. നീ നിന്റെ ആത്മാവിന് വേണ്ടിയാണ് എല്ലാം ചെയ്യണത്. പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ കർത്താവിന്റെ ജനനത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവിടെ ജ്ഞാനികൾ മിശിഹായെ അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ ജ്ഞാനികൾ ആദ്യം ചെല്ലുന്നത് ഹേരോദേസിന്റെ അടുത്തേക്കാണ്. ഹേരോദേസിന്റെ അടുത്ത് ചെന്ന ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ഹേരോദോസ് ഒരു രാജാവാണ്. ഒരു രാജാവിന്റെ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ജ്ഞാനികളാണെന്ന് ഓർക്കണം. ജ്ഞാനികൾ രാജാവിനോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഒരു രാജാവിനോട് ചോദിക്കുന്നു, രാജാവ് എവിടെയെന്ന്. ഈ രാജാവിന് ഈ ഹെരോദേസിന് ഇതിനേക്കാളും വലിയൊരു ഇൻസൾട്ട് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഹെരോദോസ് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഹെരോദോസ് പരിഭ്രാന്തനായി പോകുന്നത്, പേടിച്ചു പോകുന്നത്. എന്നെക്കാളും വലിയ ഒരു രാജാവോ? എന്നെക്കാളും വലിയൊരു രാജാവ്? ഞാനല്ലേ യഹൂദന്മാരുടെ രാജാവ്? എന്നെ അഹങ്കരിച്ച് നടക്കുമ്പോൾ ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുന്ന ഒരു രാജാവിനെ അന്വേഷിച്ചിട്ടാണ് ഈ ജ്ഞാനികൾ വരുന്നത്. നിങ്ങൾ ഓർക്കണം, അവർ ജ്ഞാനികളാണ്, അവർ യഹൂദരല്ല, അവർ ജ്ഞാനികളാണ്. ജ്ഞാനത്തെ അന്വേഷിക്കണവൻ. ഈ ജ്ഞാനം എന്താണ്? നമുക്ക് ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളുണ്ട് പഴയ നിയമത്തിൽ. ജോബ് മുതൽ അവസാനം വരെ, ജോബ് മുതൽ ജ്ഞാനത്തിന്റെ പുസ്തകം വരെ നമുക്ക് ജ്ഞാനത്തിന്റെ പുസ്തകമാണ്. ഈ പല പുസ്തകങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ നിയമത്തിലെ ജ്ഞാനമാകുന്ന ഒരു ഗുണത്തെയല്ല, ഒരു ക്വാളിറ്റിയല്ല, ജ്ഞാനമാകുന്ന ഒരു ദൈവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ രാജാവായ ഹെരോദേസിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. ഹെരോദോസ് രാജാവിനോട് ചോദിക്കുന്നു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നത്? ഇവർ ഈ രാജാവിനെ കണ്ടതിന് ശേഷം ഇവർ ഈ രാജാവിന് മുന്നിൽ മുട്ടുകുത്തുന്നു, ഈ രാജാവിനെ ആരാധിക്കുന്നു. ഹെരോദേസിന്റെ മുന്നിൽ അവർ മുട്ടുകുത്തിയതായി എഴുതിയിട്ടില്ല. യേശുവിന്റെ മുന്നിലാണ്. They bow their knees only before the Savior of the world, not before the world, not before the world, or not before the King of this world. നമ്മുടെ ജീവിതം എങ്ങനെ? മാമോദീസയുടെ ദിവസം മുതൽ തുടങ്ങിയ ഒരു യാത്രയാണ്.
ഈ രാജാവിന്റെ അടുത്തേക്ക് ഇന്ന് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ നമ്മൾ ഈ തിരുസഭ ആഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ലിറ്റർജിക്കൽ ഇയർ അവസാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച ആഡ്വെന്റിന്റെ ആഗമന കാലത്തിന്റെ ഫസ്റ്റ് ഞായറാഴ്ചയാണ്. ഈ ഒരു വർഷം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഈ ഒരു കഴിഞ്ഞ വർഷം എനിക്ക് രാജാവായ എൻ്റെ ദൈവത്തോട് എത്രമാത്രം ബന്ധം കൂടിയെന്ന്. ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രാജാവായി ഞാൻ മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നും പല വസ്തുക്കളെയും പല വ്യക്തികളെയും എൻ്റെതായ ആഗ്രഹങ്ങളെയും ഒക്കെയാണോ ഞാൻ എൻ്റെ ജീവിതത്തിലെ രാജാവായി മാറ്റിയിരിക്കുന്നത്? ഇന്ന് നമ്മൾ കേട്ട വായനകളെല്ലാം ഇതിനു വേണ്ടി തന്നെയാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അബ്രഹാം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ്. പക്ഷെ ഈ അബ്രഹാം രാജാവിന് ഒരു പുരോഹിതനെയാണ് തൻ്റെ ബലികളെല്ലാം കാഴ്ചവെക്കുന്നത്. തൻ്റെതായ എല്ലാ കാര്യങ്ങളും ഈ രാജാവിന് കൊടുക്കുന്നു. മെൽക്കിസെദേക്ക്, ദ കിങ് ഓഫ് സലേം. മെൽക്കിസെദേക്ക് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? മൈ ലവിംഗ് കിങ്. മൈ ലവിംഗ് കിങ്. ഹി ഈസ് ദ കിങ് ഓഫ് സലേം, ദ കിങ് ഓഫ് പീസ്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ രാജാവ്, സമാധാനത്തിന്റെ രാജാവായ യേശുവിനെ യേശുവിനെ അല്ല, മെൽക്കിസെദേക്കിനെ, അതൊരു ടൈപ്പാണ്. പുതിയ നിയമത്തിൽ ഈ മെൽക്കിസെദേക്ക് യേശുവിന്റെ ഒരു പ്രതിരൂപമാണ്. പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ യേശുവിന്റെ പ്രതിരൂപമാകുന്ന പല വ്യക്തികളെയും കാണും. പ്രവാചകന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. അവരെല്ലാവരും യേശുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ അബ്രഹാം ഈ രാജാവിനെ ഈ പുരോഹിതനും രാജാവിനെയും കാണുമ്പോൾ തൻ്റെതായ എല്ലാ ബലികൾ കാഴ്ചവെക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് കാഴ്ചവെക്കുന്നത്? കാഴ്ചവെക്കാൻ കാരണമുണ്ട്. അബ്രഹാത്തിന് ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഈ രാജാവിനെ സ്തുതിക്കുവാനാണ്. ഈ രാജാവിലൂടെയാണ് രാജാവിന്റെ അടുത്തേക്ക് ഞാൻ എത്തേണ്ടത്. എൻ്റെ സ്വർഗത്തിൽ ഞാൻ എത്തേണ്ടത്. എനിക്ക് വാഗ്ദത്ത ആ പ്രദേശത്ത് ഞാൻ എത്തേണ്ടത്. രണ്ടാമത്തെ വായന സാമുവേൽ പ്രവാചകന്റെ പുസ്തകം. അവിടെ ജനങ്ങൾ മനുഷ്യനായ ഒരു രാജാവിനെയാണ് അന്വേഷിക്കുന്നത്. പിതാവായ ദൈവം സാമുവേൽ പ്രവാചകനോട് പറയുന്നത്, ഇവർ നിന്നോടല്ല യുദ്ധം ചെയ്യണത്, ഇവർ നിനക്കെതിരെയല്ല പിറുപിറുക്കണത്, ഇവർ പിറുപിറുക്കണത് എനിക്കെതിരെയാണ്. കാരണം ഞാനാണ് ഇവന്റെ രാജാവ്, ഇവരുടെ രാജാവ്. പക്ഷെ ഇവർ എന്നെ മറന്ന് ഇവർക്ക് മനുഷ്യനായ ഒരു രാജാവിനെയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ വായന, നമ്മുടെ വെളിപാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, യോഹന്നാന് ഒരു വെളിപാടുണ്ടാകുന്നു. ആ വെളിപാടിൽ യോഹന്നാൻ കാണുന്നത് യേശുവിനെയാണ്. അവന്റെ മേലെങ്കിലും അവന്റെ തുടയിലും ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്. ഇവനെ എന്തിനെയാണ് രാജാക്കന്മാരുടെ രാജാവും ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന് വിളിക്കപ്പെടുന്നത്? കാരണം എന്താണ്? കാരണം ഇവൻ മരണത്തെ ജയിച്ചടക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷം, 4 വർഷം മുമ്പ് നേരത്തെ കുറച്ച് രാജാക്കന്മാരാണ് ഈ നാട് ആക്രമിക്കാനായിട്ട് വന്നത്, ഈ രാജ്യം നേടാൻ വേണ്ടി വന്നത്. ഇന്ത്യയിൽ മുഴുവനും ബ്രിട്ടീഷേഴ്സും വന്നു, മുഗൾസ് ഉണ്ടായിരുന്നു, മറാഠാസ് ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ ഡച്ച് പോയിട്ടുണ്ട്, പോർച്ചുഗീസ് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പല രാജാക്കന്മാരുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇന്ത്യയിൽ വന്നു. പക്ഷെ ഇന്ന് നമ്മളിൽ ആരൊക്കെയാണ് അവരെയൊക്കെ ഓർക്കുന്നത്? നമ്മൾ ആരും അവരുടെ മുന്നിൽ മുട്ടുകുത്തുന്നില്ല, അവരെ ഓർക്കുന്നില്ല. നമ്മൾ ആകെ കൂടി ഒരു രാജാവിനെയാണ് ഓർക്കുന്നത്. യേശുവാണ് അവന്റെ പേര്. എന്തിനാണ് ഈ രാജാവിനെ ഓർക്കുന്നത്? ബിക്കോസ് he is and he is to come. അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു, അവൻ ഇപ്പോഴുണ്ട്, അവൻ തിരിച്ചു വരും. ആദ്യവും അന്ത്യവുമായ യേശുവിനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ രാജാവായി മാറ്റുന്നത്. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ എന്താണ്? ഇവരെന്താ ചെയ്യണത്? യുവജനങ്ങൾ ഇവരുടെ ജീവിതത്തിലെ പല രാജാക്കന്മാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അധികം ന്യൂസ് കാണാറില്ല, പക്ഷെ എൻ്റെ സുപ്പീരിയർ അച്ഛൻ ന്യൂസ് കാണുമ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ന്യൂസ് കേട്ടു. കേരളത്തിൽ അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരാനായിട്ട് കേരള സർക്കാർ 100 കോടിയാണ് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. വാവ്! അവർ വരും, അവർ പോകും. അവരിൽ ഒരാളും നിങ്ങളുടെ പേരറിയുന്നില്ല.
നമ്മുടെ യുവജനങ്ങൾ അവരുടെ പുറകെ ഓടും. ജേഴ്സിയിടും, ഷോർട്സ് ഇടും, പല ബാനേഴ്സ് ഒക്കെ കെട്ടിവെക്കും. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒന്നും കിട്ടണ്ട. അവരിൽ ഒരാളുടെ അവരുടെ ഫിസിയോ എങ്കിലും നിങ്ങളുടെ പേര് അറിയുന്നുണ്ടോ? 100 കോടി നമ്മൾ ചെലവാക്കുന്നു. പക്ഷെ നമ്മുടെ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചു, നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ഓരോരുത്തരെയും അവന്റെ കണ്ണിനുണ്ണിയായി മാറ്റി. അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? കുരിശുമരണം വരെ. ഇത്രമാത്രം നിങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപിൽ ഞാനായി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ലോകത്തിന്റെ പുറകെ ഓടിയ ഒരു വ്യക്തിയാണ് ഞാൻ. I was a drunkard, I was a chain smoker, I was into all sorts of things. പേരിൻ്റെയും പദവിക്ക് പുറകെ ഓടിയ ഒരു ഞാനാണ്. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ ഒരു ദിവസം ആസ്വദിച്ചു. അന്ന് ഇതെല്ലാം വിട്ടു. അന്ന് തുടങ്ങിയ യാത്രയാണ്. ഇന്ന് ഞാൻ പരിപൂർണനായിട്ടില്ല. പരിപൂർണതയുടെ ഒരു 10% പോലും, ഒരു ശതമാനം പോലും എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. നിങ്ങളോ? യാത്ര തുടങ്ങിയോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എവിടെങ്കിലും ഉണ്ടോ? കർത്താവിന് വേണ്ടത് നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ കഴിവുകളല്ല, നിങ്ങളുടെ ഹൃദയം. മൈ ചൈൽഡ്, ഗിവ് മീ യുവർ ഹാർട്ട്. നമുക്ക് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടാം. ലോകം മുഴുവനെയും പരിത്യജിച്ച് വേണ്ട എന്ന് പറഞ്ഞു, സ്വന്തം നാടിനെ വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് പല ദേശങ്ങളിലായി പോയി വചനം പ്രഘോഷിച്ചു. ആർക്കു വേണ്ടി? യേശുവിന് വേണ്ടി. ഈ വിശുദ്ധൻ ഫ്രാൻസിസ് സേവ്യറിന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. നമുക്ക് ചോദിക്കാം, നമുക്ക് എളിമയോട് പ്രാർത്ഥിക്കാം, എന്നെയും നിന്റെ പോലെ ഒരു വിശുദ്ധനാക്കണമേ. ഞാനും എൻ്റെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന ഒരു ഹൃദയമായി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. കർത്താവിന് വേണ്ടി മാത്രം, വിത്ത് ഹാർട്ട്സ് ഓൺ ഫയർ ആൻഡ് ഫീറ്റ് ഓൺ ദ മൂവ്. കത്തി ജ്വലിക്കുന്ന ഹൃദയവുമായി, നടക്കുന്ന പാദങ്ങളുമായി ഈ ഇന്ത്യയിൽ വന്ന ഈ വിശുദ്ധനെ പോലെ നമുക്കും കർത്താവിന് വേണ്ടിയുള്ള ഒരു തീ നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ പിതാവായ ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി കത്തി ജ്വലിച്ചു. ആ ഒരു തീ എന്നിലും ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഓരോ ശ്വാസവും, എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ബീറ്റ് പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരെ, ഞാനും എൻ്റെ കുടുംബവും യേശുവിനോടുള്ള ഒരു തീ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.